ഗുഡ് മോർണിംഗ് പീപ്പിൾ. ഇന്ന് നമ്മൾ വാൽപ്പാറയാണ് പോകാൻ പോകുന്നത്. വാൽപ്പാറ മലക്കപ്പാറ ആ റൂട്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, വൈഫും കൂടി ഉണ്ട്. കുറേ കാലമായി ഞങ്ങൾ ഒരുമിച്ചിട്ട് റൈഡ് പോയിട്ട്. അപ്പോൾ രാവിലെ ഒരു 5:20 ആ ഒരു സമയമായി. വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഏതായാലും അങ്ങനെ എല്ലാം ഉള്ള പോലെ എടപ്പള്ളിയിൽ സിഗ്നൽ ഇന്നും തിരക്കുണ്ട്. രാവിലെ 5:45. ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഒരു 6 മണി കറക്റ്റ് ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കയറാനാണ്. പക്ഷേങ്കിൽ ഇന്നലെ മാച്ച് കണ്ടിട്ട് പിന്നെയും കിടന്നുറങ്ങിപ്പോയി. രാവിലെ എണീക്കാൻ വൈകി. ഗൈസ്, നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ. പക്ഷേ മഴയില്ല എന്തോ ഭാഗ്യത്തിന്. ഇന്നലെ രാത്രി ഒന്നും തീരെ മഴ പെയ്തെങ്കില്ല എന്നാ തോന്നുന്നത്. സ്കൈയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ തണുപ്പ് നന്നായിട്ടുണ്ട്. ഓ, ഇവിടെ പെട്രോൾ പമ്പ് അടച്ചിട്ടേക്കുന്നു. പെട്രോൾ അടിക്കാൻ വീണ്ടും മൂഞ്ചി. എപ്പം ട്രിപ്പ് പോകുന്നേരം പെട്രോൾ അടിക്കാൻ ഞാൻ മൂഞ്ചു. അതപ്പുറം അവിടെയും പവറില്ല എന്നാ തോന്നുന്നു. ഇനി ഏതായാലും കുറച്ച് മുമ്പോട്ട് ഭയങ്കര ഫ്യൂല് വളരെ ലോ. ഇനിയിപ്പോൾ ഫുൾ ടാങ്ക് അടിക്കുന്നേരം നല്ലൊരു തുക വരും. XP95 ഫുൾ ടാങ്ക് അടിച്ച് 1529 12.44 ലിറ്റർ കയറി. 14.5 ലിറ്ററാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ടാങ്കിൻ്റെ. എന്നിട്ടും 2.5 ലിറ്റർ എണ്ണ മാത്രമേ 2 ലിറ്റർ എണ്ണങ്ങാനേ ഇതിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞ പെട്രോൾ തീരെ ഇല്ലായിരുന്നു. ഇനിയും അടിക്കേണ്ടി വരുമൊന്നുമില്ല. കഴിഞ്ഞ് ട്രിപ്പ് റീസെറ്റ് ചെയ്തിട്ട് അങ്ങ് പോവാം. അന്ന് ബാംഗ്ലൂർ പോയി വന്ന ട്രിപ്പ് അത്. 1149 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. സമയം ഇപ്പോൾ 6 മണിയായി കറക്റ്റ്. ഞാൻ ഇന്നലെ നമ്മുടെ ബൈക്കിൻ്റെ 2 ടയറും മാറി. റേസിൻ്റെ ടയറായിട്ട്, റേസിൻ്റെ ട്രയലാറ്. ബാക്ക് ടയർ ഞാൻ അപ്പ് സൈസ് ചെയ്ത്. സ്റ്റോക്ക് ടയർ സൈസ് വരുന്നത് 130, 80, 17. അത് ഞാൻ കറക്റ്റ് ഇപ്പോൾ ഹിമാലയൻ 450 സൈസ് എന്ന് വെച്ചാൽ 140, 80, 17 മീൻസ് വിട്ട് മാത്രമേ അപ്പ് സൈസ് ആയിട്ടുള്ളൂ. പ്രൊഫൈലും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ദിവസം ഞാൻ ഓടിച്ചിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ഞാനിടാം. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാൻ പറ്റുന്നത്, ഇത് ഇട്ടിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ചെറിയ സ്പീഡിൽ നിന്ന് പെട്ടെന്ന് ത്രോട്ടിൽ കൊടുത്ത് പോകുമ്പോൾ ഒരു ഹമ്മിങ് സൗണ്ട്, ഒരു എന്നുള്ളൊരു സൗണ്ട് വരുന്നുണ്ട്. അത് ഈ ബ്ലോക്ക് പാറ്റേൺ അല്ല ഇത് പക്ക ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ളൊരു ഡിസൈൻ പോലെ ഇതിൻ്റെ പാറ്റേൺ വരുന്നുണ്ട് ടയറിൻ്റെ. പിന്നെ ഇതിട്ടാൽ മൈലേജ് ഷോർട്ടാവുന്ന ആൾക്കാർ കുറേ ചോദിച്ചിട്ടുണ്ട്. ആൾക്കാർ കുറേയെന്ന് വെച്ചാൽ എനിക്കറിയുന്ന ആൾക്കാരുണ്ട്. മൈലേജ് ഇപ്പം ഞാൻ ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ സാധാരണഗതിയിൽ എനിക്കൊരു 30-31 മൈലേജ് കിട്ടുന്നതാണ് ഈ ഒരു സ്പീഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ. പക്ഷേ ഈ ടയർ ഇട്ടിട്ട് ഇപ്പോൾ ഞാനിത് ഓടിക്കുമ്പോൾ എനിക്ക് 28.5 കിട്ടുന്നത്. അതിനിപ്പോൾ ഇതുകൊണ്ടാണോ അല്ലെങ്കിൽ പില്യണ വെച്ച് പോകുന്നത് കൊണ്ടാണോ എന്നുള്ളത് കാര്യം ചെക്ക് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഏകദേശം അങ്കമാലി എത്തി. സമയം 6:10. പക്ഷെ വണ്ടി കാണാനൊരു രക്ഷയില്ല കേട്ടോ. ഈ ടയർ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഡിസൈന്. പ്രോപ്പർ ഒരു അഡ്വഞ്ചർ ബൈക്കിൻ്റെ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് തരുന്നുണ്ട് ഈ ടയർ. പെർഫോമൻസും കൂടി നോക്കണം. പിന്നെ റോഡും ഓഫ് റോഡും ഒരേപോലെ 50-50 എന്നാണ് ഈ റേസ് അതിൻ്റെ ഇതിൽ സൈറ്റിലൊക്കെ മെൻഷൻ ചെയ്തേക്കുന്നത് ഈ ടയറിനെ പറ്റി. ട്രയലാറ്, ടൂറാർ എന്ന് പറഞ്ഞ വേറെ മോഡലുണ്ട്. അത് കുറച്ചും കൂടി റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള മോഡലാണ്. ഞാൻ പക്ഷേ ഇത്രയും കാലം യൂസ് ചെയ്തത് റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള മോഡലാണ്. അതുകൊണ്ടാണ് പിന്നെ ഈ മോഡൽ എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്കമാലി ടൗൺ
ഇവിടുന്ന് എവിടെയാണെന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് കട്ട് ചെയ്യേണ്ടി മറന്നുപോയി. ഒരാൾ ബാക്കിലിരുന്നിട്ട് ഭയങ്കര ബോറടിക്കുന്നതെന്ന് വൈഫ്. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ പിന്നെ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് റീൽസൊക്കെ നോക്കിയിരുന്നു വിടും. കാരണം ആളിപ്പം കുറേ കാലമായി റൈഡ് വന്നിട്ട് മൊത്തം കാറിലാണ് കറക്കും. ബൈക്കിൻ്റെ ആ ഒരു മൂഡ് ചെറുതായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറേ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കുറേ കാലം ചെയ്യാണ്ടിരുന്നാൽ പിന്നെ ഇടയ്ക്കൊരു പൂതി വരൂലേ, ആ ഒരു പൂതിയിലാണ് ഇന്ന് എന്തായാലും ഞാനും കൂടി വരുമെന്ന് പറഞ്ഞിട്ട് ജാക്കറ്റും കുന്ത്രാണ്ടങ്ങളൊക്കെ ഇട്ട് പാഞ്ഞെൻ്റെ വേക്കിൽ കയറിയിരിക്കുക. ഇതിപ്പം റൈഡ് തുടങ്ങിയോണ്ട് ഇനിയിപ്പം കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കണ്ടീഷൻസ് ഞാൻ കേൾക്കേണ്ടി വരും. ഓരോ 25 മിനിറ്റിലും ബ്രേക്ക് എടുക്കണം, ഇത്ര കിലോമീറ്ററിൽ ബ്രേക്ക് എടുക്കണം, അവിടെ വേദനയെന്ന് ഇവിടെ വേദനയെന്ന്. അതായത് നമ്മൾ അങ്കമാലി കഴിഞ്ഞിട്ട് റൈറ്റ് കട്ട് ചെയ്ത് അതിരപ്പള്ളിക്കുള്ള റൂട്ടിലേക്ക് കയറി. ഇങ്ങോട്ടൊക്കെ കുറേ കട്ടൗട്ടും ഫ്ലെക്സും കാണുന്നുണ്ട് കേട്ടോ. വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് മെസ്സിനൊക്കെ ഉണ്ട്, ക്രിസ്ത്യാനോനൊക്കെ ഉണ്ട്. നെയ്മറിൻ്റെ ഫ്ലെക്സ് മാത്രമേ ഉള്ളൂ, കട്ടൗട്ട് കണ്ടിട്ടില്ല. കിടിലം കോടാന്ന് പറഞ്ഞാൽ കിടിലം കോട, പൊളി സാധനം. വാവിടാനായിക്കില്ല. സോറി ഫോർ ദ ഓക്വേർഡ് സൗണ്ട് ഷോയിങ് ഇൻ ദിസ് വീഡിയോ. അത് വേറെ ആരുമല്ല, എൻ്റെ വൈഫാ. എന്തെങ്കിലും അപശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാനല്ല ഗൈസ്, അത് ബേക്കിലിരിക്കുന്ന ആളാണേ. ഗൈസ് ഈ സ്ഥലത്തല്ലേ നമ്മൾ ഈ ആനയെല്ലാം ഇറങ്ങിയിട്ട് ആൾക്കാർ ഇടങ്ങാറാക്കുന്നതെന്ന് പറഞ്ഞ സ്ഥലമല്ലേ ഇത്? ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ പാടുള്ള ഈ ഏരിയ മാത്രമല്ല, ഈ ഒരു കുറച്ച് ഏരിയ മാത്രം, ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കുറച്ച് ഏരിയ മാത്രം ഭയങ്കര ഒരു വേറെ തന്നെ ഒരു സ്ഥലം പോലെ, വല്ലാത്തൊരു കാണാത്ത ടൈപ്പ് മരങ്ങളും ഉണ്ടോ അങ്ങോട്ടെല്ലാം നമുക്ക്. പശു റോട്ടിൽ നിറച്ചും തൂറി നിറച്ച്. ആനപ്പിണ്ടിയൊന്നും അല്ല, പശുപ്പിണ്ടി. അത് പശുച്ചാണകം. എന്തായാലും ചായ കുടിക്കാനൊരു ബ്രേക്ക് എടുക്കണം എന്തായാലും. അത് ആതിരപ്പള്ളി കഴിഞ്ഞിട്ട് ഉള്ള ഒരു ചായ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ കയറിയിട്ട് ചായ കുടിക്കാം. ഇവിടെയൊക്കെ വെള്ളം അത്യാവശ്യം നിറഞ്ഞു കിട്ടാ. അപ്പുറം ഇപ്പുറെല്ലാം നോക്കിക്കോ, ചിലപ്പോൾ ആനേനെ കാണും. ഒരു സാധനം കണ്ട അങ്ങ് ഒരു അന്യായ വ്യൂ. അന്യായ വ്യൂ എന്ന് പറഞ്ഞാലേ കണ്ണിനോടൊരു നീതി പോലും പുലർത്താത്ത അങ്ങനത്തെ വ്യൂ ആയി കാണുന്നത്. സെറ്റ് സാധനം കിടിലം. അങ്ങോട്ടേക്ക് പോകുന്നത്. കോടയത്. ആതിരപ്പള്ളീൻ്റെ അവസ്ഥ ഉണ്ടോ രാവിലെ? ഇന്ന് വ്യാഴാഴ്ച രാവിലെയാണ്. ഒരു മനുഷ്യക്കുട്ടിയില്ല, നമ്മൾ മാത്രം. എന്തൊരു ഇരുടാൻ നോക്കുക ഗൈസ്. പൊളിച്ച്. ഗൈസ് ഒരു ചെറിയൊരു സജഷൻ തരാം. ആതിരപ്പള്ളിയെല്ലാം എൻജോയ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ, ആതിരപ്പള്ളി വാൽപ്പാറൊക്കെ എൻജോയ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ഒരു വീക്ക് ഡേയിൽ ഏർലി മോർണിംഗ് വാ. ഇതേപോലെ അടിപൊളി ഒരു മനുഷ്യൻ റോട്ടിലില്ല. എന്ത് വൈബാന്നറിയോ? മറ്റേത് വണ്ടിയും തിരക്കും ഒരുപാട് ആളും ബഹളവും. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് വരണം. അതാണ് അതിൻ്റെ ആ ഒരു ഫീല് കിട്ടുള്ളൂ.
ശരിക്കും പറഞ്ഞാൽ മഴ പെയ്ത് നോക്കുന്നില്ലേ, ഒരു ഗോൾഡൻ കളറ്, ഒരു ഗോൾഡൻ ഗ്രീൻ കളറായിട്ടുണ്ട്. ഈ മരങ്ങളും ഇലയും റോഡും അത്യാവശ്യം നല്ല ചാറ്റൽ മഴ പെയ്തിട്ട് അതിൻ്റെ ഒരു വെറ്റും എല്ലാം കൊണ്ടും ഹെവൻലി. കോട ചെറുതായിട്ടുണ്ട്. കോടയാണോ മേഘാണോ? കോടയാന്ന് തോന്നുന്നു. കോട ഇങ്ങനെ വര പോലെയാ പോകുന്ന മേലെ ചില സ്ഥലത്ത്. ടീ ബ്രേക്ക് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു ടീ ബ്രേക്ക് സ്പോട്ടില്ലേ, ഒരു ചായപ്പീടിയാ, അവിടെ നിർത്താം. എന്തിരിടാങ്ങുന്നത് കണ്ടാ? ഗൈസ്, പിന്നെ വേറൊരു കാര്യം, ടയറിൻ്റെ കേസാണ്. ടയർ ഗൈസ് ഒരു ഇതേപോലെ പൊട്ടിപ്പൊളിഞ്ഞ പാച്ച് റോഡിലില്ലേ, ഓ ഷിറ്റ്, അറിയിക്കോ. എന്നിട്ടെന്ത്, ഈ വ്യൂ നോക്ക്. ഗൈസ്, ഈ വ്യൂ നോക്കി. ആഹാ, സ്വർഗം. ഈ ഒരു ചെറിയ പാലം വേണ്ട അതിനല്ലേ? പാലം ഇല്ലേ, പൊളിക്കുവനും. അയ്യോ എടി, ഇത് കഴിഞ്ഞടി, ഈ സാധനം എല്ലാം കഴിഞ്ഞു പോയി. നിർത്തി നന്നായി, കെട്ട് കഴിഞ്ഞു പോയി. ഇതാണ് കേട്ടോ ടയർ, 140/80/17 കണ്ട. അതിൻ്റെ പാറ്റേൺ കണ്ട, നല്ല വ്യൂ നോക്കിയോ ഗൈസ്, സെറ്റപ്പ്. ഇതാ ഒരാൾ മേലെ കയറിപ്പോയി എന്നെ കൂട്ടാണ്ട് ഒറ്റക്ക്, ബ്ലഡി ഫോൾ. ഞാനും വരുന്നു, അങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്കും പോവാം ഗൈസ്. താക്കോലൂര മാൻ, വാട്ട് എ വ്യൂ. കണ്ട ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ടോ മുമ്പിലിരുന്നിട്ട്? എന്താ ചിലക്കല്ല. കണ്ട അപ്പുറത്തുനിന്ന് ചെറിയ രീതിയിൽ കോട വന്നു തുടങ്ങി. നമ്മളെ വണ്ടി എന്ത് കുത്തൊഴിക്കാൻ നോക്കല്ലേ. സാധാരണ നമ്മൾ ഗൈസ് ഇവിടെ വരുമ്പോൾ ഇല്ലേ, ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ നിറച്ചും വണ്ടി നിർത്തിയിട്ടുണ്ട്, ഇതിൻ്റെ മേലെ നിറച്ചും ആൾക്കാരായിരിക്കും. ഇന്നൊരു മനുഷ്യനില്ല. ഇങ്ങനെ വരണം ട്രിപ്പൊക്കെ വരുമ്പോൾ. വിട്ടാലോ? എൻ്റെ ഗ്ലാസിൻ്റെ മേലെ വൈപ്പർ വെക്കേണ്ടി വരുമല്ലോ ഇങ്ങനെയാണെങ്കിൽ. ഗൈസ് മഴ മാറി. അയ്യോ, കോട്ടിടണ്ട. ഞാൻ ഈ സാധനം എല്ലാം അടച്ചിട്ടേക്കട്ടെ, ഞാൻ എൻ്റെ വെന്റിലേഷനെല്ലാം അടച്ചിട്ടേക്കട്ടെ. എൻ്റേത് മറ്റേ ഓൾ വെതർ ജാക്കറ്റ്, ഇഞ്ചതിൽ മെഷായതുകൊണ്ട് വെള്ളം കയറും. അനക്ക് ചെറിയ മഴ പ്രശ്നമില്ല.
ചാറ്റൽ മയം മാനടി രസം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അകത്തൂടില്ല, അത്രയും മരയില്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഗൈസ് തണുപ്പെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഗൈസ്, ഒടുക്കാത്ത തണുപ്പ്, കണ്ണ് തുറക്കാൻ പറ്റാത്ത തണുപ്പാണ്. വൈസർ പൊക്കിയിട്ട് തീരെ ഓടിക്കാൻ പറ്റത്തില്ല തണുപ്പുണ്ട്. മഴ നൈസായിട്ട് പുറത്ത് പെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഈ മരത്തിൻ്റെ ഇടയിലൂടെ പോകുന്നതുകൊണ്ട് അധികം ഇങ്ങോട്ടേക്ക് കിട്ടുന്നില്ല. റെയിൻ കോട്ടെല്ലാം ബാക്കി കെട്ടി വെച്ചിട്ടുള്ളൂ, അത് എടുക്കാനുള്ള മടി കാരണം അത് ഇടാത്ത. പാൻറ്റ് മാത്രം ഇട്ട്, ഇനി അപ്പുറം ഇട്ടാൽ മതി. പുറത്ത് നല്ല മഴ, പക്ഷെ അകത്ത് കിട്ടുന്നില്ലല്ലോ അധികം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തുണ്ടിടിച്ച് പുറം നോക്ക്. ഓ റോഡ് നോക്ക് കഴിച്ചോ, സെറ്റ്. റോഡെങ്ങനുണ്ട്? ക്ലൈമറ്റും ഈ ടൈമും നമ്മൾ വന്ന ദിവസവും സമയമെല്ലാം എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ആ ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ പേര് കൊടുക്കേണ്ടി വരുമല്ലേ? പേര് കൊടുത്തിട്ട് വരുവാ? ആ AG 3390. ചെക്ക് പോസ്റ്റിൽ പോയിട്ട് പേര് കൊടുക്കട്ടെ. ഈ പാസാ മൊബൈലിൽ നിന്ന് എടുക്കാൻ പറ്റുമല്ലേ? അവിടെ എത്തിയിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ കയറ്റി വിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ ഈ പാസ്? അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എടുത്ത് പോകണോ? ഇവിടുന്ന് എടുത്തിട്ട് പോകണോ? ഊഫ്, മനസ്സിലായി. ഗൈസ് ഈ ട്രിപ്പിൽ ആദ്യത്തെ മുമ്പിൽ തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഈ പാസ് വേണമെന്ന്. അത് ഞാൻ എവിടെയോ കേട്ട്, പക്ഷെങ്കിൽ പെട്ടെന്ന് മൈൻഡിലുണ്ടായിരുന്നില്ല. AG ആണേ, AG. ഇല്ല ആ ഓക്കെ. ആ അധികം വണ്ടിയൊന്നും പോയില്ലല്ലേ? അധികം വണ്ടിയൊന്നും പോയിട്ടില്ലെന്ന് തോന്നല്ലേ? കുറവാ. ആ അതെ, ഓക്കെ. നോക്കി പോയിക്കോളാം. ഓ ഓക്കെ. അല്ല, ആ ഷോപ്പിൽ പോയിട്ട് അവിടെ വൈഫൈ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ഇ പാസ് എടുക്കാം. കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് ഫോറസ്റ്റുകാർ. നൈസ് പുള്ളി. വണ്ടി നിർത്താൻ പാടില്ല, അധികം ആരും പോയിട്ടൊന്നുമില്ല ഇന്ന്. പിന്നെ ആന ഉണ്ടാവും, മരം വീഴാൻ ചാൻസ് ഉണ്ട്, മഴയാണ്, റോഡ് സ്ലിപ്പറി ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രിക്കോഷൻസ് പുള്ളി തന്നിട്ടുണ്ട്. കൊള്ളാം. നമ്മുടെ കേരള ഡിപ്പാർട്ട്മെൻറ്റ് നല്ല കെയർഫുള്ളാണ്. ഇതേപോലത്തെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളായിട്ട്. നെറ്റ്വർക്ക് ഇല്ല കഴിച്ച, അല്ലെങ്കിൽ ഇ പാസ് എടുക്കാൻ. ഓ ഊമ്പാവാ. ഷോപ്പ് തുറന്നിക്കില്ല. ആ ഇവിടെ തുറന്നാ? ക്ലോസ്ഡാ? അകത്ത് ആളുണ്ടടി അല്ലേ? നോക്കണോ? ഇ പാസ് എടുക്കണ്ടേ? രണ്ടും കൽപ്പിച്ച് പോയോക്കട്ടെ ഗൈസ്.
ഇ പാസ് ഇല്ലാണ്ട് കയറ്റി വിട്ടാൽ രക്ഷപ്പെട്ടു. സാധാരണ നമ്മളോട് ഇത്ര കാര്യങ്ങളൊന്നും പറയലില്ലല്ലോ പോലീസുകാർ, നിർത്താൻ പാടില്ല, ആന ഉണ്ടാകുന്നോ. ഗായ്സ് ഇത് ഓരോ കിലോമീറ്റർ കഴിയുന്നേരം ഇങ്ങനെ ഇരുടായി വരിക. ഞാൻ എന്നിട്ട് ഫോഗ് ലൈറ്റെല്ലാം ഓണാക്കി വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ആ ചെക്ക് പോസ്റ്റ് ഒന്ന് നൈസായിട്ടൊന്ന് പേടിപ്പിക്കുകയും ചെയ്തു. അയാൾ ഉപദേശിച്ച് നല്ല കാര്യം ഉപദേശിച്ചാണെങ്കിലും ഇപ്പോൾ ചെറുതായിട്ടൊരു പേടിയായിരുന്നു. ആനയുണ്ടാവും മറ്റേതുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഹോട്ടലുണ്ട്, ഇവിടെ നിർത്തണോ? ഇവിടെ നമ്മൾ ഇതിൻ്റെ പിന്നെ കഴിച്ച് ഓർമ്മയുണ്ടോ? ഓക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിച്ചു. അപ്പോഴേക്ക് നല്ല കിടിലം പോലുള്ളൊരു മഴ പെയ്ത്. അതുകൊണ്ട് കോട്ടും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ആ ഹോട്ടലുള്ള ചേട്ടൻ പറഞ്ഞു ഇ പാസ് വലിയ സീനൊന്നുമില്ല, എടുക്കാൻ വിട്ടുപോയി എന്നോ അല്ലെങ്കിൽ നെറ്റ് കിട്ടുന്നില്ല എന്നെ പറഞ്ഞാൽ ഒരു കയറ്റി വിടുമെന്ന് പറഞ്ഞു. ഇന്ന് വീക്കെൻഡൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് അയാൾ പറഞ്ഞു. ഇനി എന്തായാലും പോയി നോക്കാം, എന്ത് സംഭവിക്കും എന്തോന്ന് നോക്കാം. ഇപ്പം മഴ കഴിഞ്ഞിട്ട് നൈസായിട്ട് വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഈ വെയിൽ വരുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടി ആട്ടത്, തിളങ്ങി നിൽക്കുന്നു മൊത്തത്തിൽ. മഴ മിസ്സിങ്ങാ, മഴ പെയ്താൽ സെറ്റായിരുന്നു. ഞങ്ങൾ കോട്ടും ഇതൊക്കെ ഇട്ടൊക്കെ മഴ പോയിട്ട് വെയിൽ വന്നു. അത് പിന്നെ എപ്പോൾ അങ്ങനെ, ഇനിയിപ്പം കോട്ട് ഊരിയാൽ മഴ പെയ്യും. ഓ സെറ്റ് ഗൈസ്, ഓക്കെ. മൂടേഷ് കോട വന്നടി. ഇതാണ് ക്ലൈമറ്റ്. ഗൈസ് ആ വ്യൂ നോക്ക്. കോടയപ്പോന്ന് കോട ബാ ഇങ്ങനെ നോക്ക്, കൈ വെക്ക്. ഏസ്തറ്റിക് പോവാ, ലെറ്റ്സ് ഗോ. ഓ അപ്പുറത്ത് വിഷയട്ടോ, അപ്പുറത്ത് ഇതിൻ്റെ ബാക്കിയാ. ആ കോട നിന്നാ ഞമ്മക്ക് കിട്ടാത്തേ. കിട്ടും, കിട്ടും. ഓ അപ്പുറം നോക്ക്. ഭാര്യ പറയുന്നത് നമ്മളിനി കോടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഭാര്യക്കൊരു പേരുണ്ട് കേട്ടോ, കുട്ടാപ്പി എന്നാണ് ഭാര്യയുടെ പേര്. ഞാൻ ഭാര്യ വൈഫ് എന്ന് പറയുന്നത് എന്തോ പോലില്ലേ, ഞാൻ കുട്ടാപ്പി എന്നാണ് വിളിക്കല്. അപ്പോൾ നമുക്കിനി കുട്ടാപ്പി എന്ന് വിളിക്കാം. മുമ്പിൽ നോക്കടി. ഞാൻ കുറച്ച് നേരം എണീക്കുന്നുണ്ട്. ഇപ്പം ഫോർച്യൂണറിൻ്റെ ബോണറ്റിൽ ഇരുന്നേനെ. ജാക്കറ്റിൻ്റെ അടിയിൽ ബേസ് ലെയർ, അതിൻ്റെ മേലെ ജാക്കറ്റ് വെൻറ്റിലേഷൻ ഞാൻ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് വെച്ച്, അതിൻ്റെ മേലെ റെയിൻ കോട്ട്. എന്നിട്ടും എനിക്ക് തണുപ്പുള്ളിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം തണുപ്പുണ്ടെന്ന് ഇവിടെ. ഓ മാൻ, ഈ ഒരു ബ്യൂട്ടി എല്ലാം വേറെ എവിടെ കിട്ടും ഗൈസ്? ഗോഡ്സ് ഓൺ കൺട്രി. ഈ ടൂറ് വരുന്ന ആൾക്കാരും കൂടിയും കുറച്ച് സെൻസിബിളായിട്ട് നിന്ന് കഴിഞ്ഞാൽ സ്വർഗം ഇതൊക്കെ. ഓ അപ്പുറത്തെ വ്യൂ നോക്കി.
അമ്പലപ്പാറ എത്തി. അമ്പലപ്പാറ സമയം ഇപ്പോൾ 8:45. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് മീൻസ് ഈ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാറിൽ പോകുന്ന പോലെയല്ല, ജസ്റ്റ് ഇറങ്ങുക, കഴിക്കുക, കയറുക, പോകുക എന്നുള്ള പരിപാടി നടക്കില്ല. നമുക്ക് എല്ലാ സാധനങ്ങളും, എല്ലാ ഗിയേഴ്സും ഊരി ഫുഡ് കഴിച്ച് അതൊക്കെ രണ്ടാമത് പിന്നെ ഇട്ട് എല്ലാം സെറ്റാക്കിയിട്ടൊക്കെ വേണ്ടേ. അപ്പോൾ അതിൻ്റെ കുറച്ച് സമയം അവിടെ പോയി. നിങ്ങളിത് കാണുക, എന്തൊരു കോട ഇത്. ഇപ്പോഴാണ് ആ ഒരു വൈബ് ഫീല് വന്നിട്ടോ. ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നിട്ട് നമുക്ക് ഹാപ്പിനെസ് വന്നു തുടങ്ങിയത് ഇപ്പോഴാണ്. ഇവിടെ നിർത്തണ്ടടി, ഇതൊരു സുഖമില്ല. എന്ത് മരങ്ങൾ പോലെ കാട്? അത് മറ്റു വലിയ തടാകം അത്. അപ്പം വാൽപ്പാറ സെറ്റാട്ടാ ക്ലൈമറ്റ്. എന്ത് വരുത്താലേ ഞാൻ ശരിക്കും ഞെട്ടി. ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിരിക്കില്ല ബസ് ഇങ്ങനെ വരുമെന്ന്. ABS ഓണായി ആ ചവിട്ടലിന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്താറായി. ക്ലൈമറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കിടിലം തണുപ്പും കിടിലം വ്യൂവും. ആകെ ഒരു റിസ്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ബസ് കാറൊന്നും വളവൊന്നും ഹോൺ അടിച്ചിട്ടല്ല വരുന്നത്, നല്ല സ്പീഡിലാണ് വരുന്നത്. 2-3 ദിവസമായി ഞങ്ങളെ കണ്ട് ടേണിങ് നിന്ന് സഡൻ ബ്രേക്കൊക്കെ ചവിട്ടി ഞങ്ങളും പാനിക്കായി. കാരണം അവർ വിചാരിക്കുന്ന ആരും ടൂറിസ്റ്റുകൾ കുറവാന്ന് വിചാരിച്ചിട്ടാണ് ഹോണൊന്നും അടിക്കാതെ വരുന്നത്. ഇതാണെന്ന് തോന്നുന്നു മലക്കപ്പാറ ടൗണ്. ആനിമൽസിനൊന്നും സ്പോട്ട് ചെയ്തിട്ടില്ല ഇന്ന്. അതൊരു ബിഗ് മൈനസ് ആയിപ്പോയി. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയാണ്. കണ്ടാ നമ്മൾ ചെറിയൊരു പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം രാവിലെ 9:30 ആയിട്ടേ ഉള്ളൂ, ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പം വാൽപ്പാറെല്ലാം ജസ്റ്റ് ഒന്ന് കറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്ന റൂട്ട് പിടിക്കാണ്ട് പൊള്ളാച്ചി വഴി തിരിച്ച് പോയാലൊന്നുണ്ട്. എന്താ അവസ്ഥ നോക്കട്ടെ. എനിക്ക് പ്രശ്നമില്ല, പക്ഷേ കുട്ടാപ്പി എന്താ സിറ്റുവേഷൻ നോക്കട്ടെ. മേലുവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിലോമീറ്റർ നോക്കണം, പിന്നെ എത്ര കൂടുന്നുണ്ട് എന്നുള്ള കാര്യം. നമ്മളിപ്പം തമിഴ്നാട്ടിൽ കയറിയെന്ന് തോന്നുന്നല്ലോ. ഇതെല്ലാം തമിഴ്നാടെന്ന് തോന്നുന്നു. സ്റ്റോപ്പ് റെക്കോർഡിങ്. ഒരാൾ പാസ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെക്ക് പോസ്റ്റും തിരിച്ചു വന്ന്. എന്നിട്ട് ഒരാൾ ഇവിടുന്ന് പാസ് എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചല്ലേ, ആൾ വിചാരിച്ച് പാസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പാസ്സാണ്, എല്ലാവർക്കും കിട്ടുന്ന പാസ്സാണ്, അതങ്ങ് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചെടുത്താൽ മതി. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുക്കണം. ബുദ്ധി ഇത്രയേ ഉള്ളൂ, ഇത്ര ശൂന്യം. അതൊക്കെ പൂച്ചക്കുട്ടികളാ. തമിഴ്നാടല്ല, ഈ വാൽപ്പാറ, കൊടൈക്കനാൽ, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാർ എന്തായാലും പാസ് എടുത്തിട്ട് വന്നോ. ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് എടുക്കാം. പക്ഷേങ്കിൽ ഇവിടെ ചിലപ്പോൾ റേഞ്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെയും റേഞ്ച് ഉള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. ഈ ചെക്ക് പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരൊന്നും നമുക്ക് വൈഫൈയും നെറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വൈഫൈയും കാര്യങ്ങളൊന്നും തരില്ല. നമ്മൾ ആവശ്യമായതുകൊണ്ട് നമ്മൾ തന്നെ അത് കഷ്ടപ്പെട്ടെടുത്ത് അവർക്ക് കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർ എൻട്രി തരുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ഈ ട്രിപ്പൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇ പാസ് എന്തായാലും എടുക്കണം. അത് ജസ്റ്റ് ഒരു റേഞ്ച് നമുക്ക് നാട്ടിൽ നിന്നൊക്കെ എടുക്കും. നല്ല സ്പീഡുള്ള നെറ്റൊക്കെ നമുക്ക് നാട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2 മിനിറ്റ് പരിപാടിയുള്ളൂ, പെട്ടെന്ന് എടുത്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇത് അത്ര വലിയ വിഷയമൊന്നുമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും വാൽപ്പാറ അറിയാലോ, റേഞ്ചില്ല തീരെ എവിടെയും. അതായത് നമ്മളിപ്പോൾ ഷോലയാർ ഡാമിൻ്റെ ആ ഒരു ഏരിയയിലെത്തി. പക്ഷെ ഡാമിലൊന്നും ഒരു വെള്ളം പോലും ഇല്ല. ഇവിടെ നിർത്തണോ? വാൽപ്പാറൊക്കെ ഇനി ഒരു 20 കിലോമീറ്റർ അങ്ങനെ കേട്ടോ ഇവിടുന്ന്. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇവിടുന്ന് നൈസായിട്ടൊരു കാപ്പിയൊക്കെ കുടിച്ച് ഒരു ചെറിയ ദൂരം കൂടിയുള്ളൂ വാൽപ്പാറക്ക്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര വെയിലായിരുന്നു. ഇപ്പം നല്ല കോടയും പിന്നെ ചെറിയൊരു മഴയൊക്കെ വന്നു. ഗൈസ്, ഇതൊക്കെ വാൽപ്പാറേൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. കാരണം ആ ഒരു ടീ പ്ലാന്റേഷനും ഈ ഒരു ക്ലൈമറ്റും ഇതൊക്കെ തന്നെയാണ് വാൽപ്പാറ. ഒരു പോയിന്റ് ടു പോയിന്റ് എന്നുള്ള സ്ഥലമല്ലല്ലോ. നമ്മൾ ഓൾമോസ്റ്റ് വാൽപ്പാറ എത്തിക്കഴിഞ്ഞേന്. അവൻ ഇത്രയും നേരം വളവെന്ന് ഹോൺ അടിച്ചിട്ടില്ല. അപ്പം എന്നെ കണ്ടപ്പോൾ ഹോൺ അടിക്കുന്നു, ട്രെയിൻ പോലെ. അവിടെ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട്. ഇതിന് ഇങ്ങോട്ടാ വാൽപ്പാറ നേരെയാ? വാൽപ്പാറൊക്കെ ഇനി 3 കിലോമീറ്റർ കാണുന്നത്. ഇതാ വരുമോ? അപ്പോൾ വാൽപ്പാറ എത്തിയില്ലേ? ഗൈസ്, ലുക്ക് അറ്റ് ദ വ്യൂ. എന്ത് കിടിലല്ലേ! ഓരോ വളവ് കഴിയുന്നേരം ഓരോരോ അടിപൊളി അടിപൊളി വ്യൂ ആ കണ്ണിൻ്റെ മുമ്പിലേക്ക് വരുന്നത്. ഓടിയിട്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ദൂരത്തിലേക്ക് ഈ കോട പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഇത് വാൽപ്പാറ ടൗണിലേക്കാന്ന് തോന്നുന്നു നമ്മളിപ്പോൾ എത്തുന്നത്. ആ, ഇതാ ഞാൻ പറഞ്ഞ. ഫൈനലി വാൽപ്പാറ ടൗൺ എത്തിയെന്ന് തോന്നുന്നുണ്ട്. ടൗണൊക്കെ ആകെ മണ്ണ് മാന്തി അലമ്പാക്കി വെച്ചേക്കുന്നു കേട്ടോ. റോഡ് നിറച്ചും ചെളി. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. എനിക്കൊന്ന് മണ്ണിടിച്ചിലായിട്ട് എന്തോ കോൺക്രീറ്റ് കൊണ്ട് കെട്ടി കൊടുക്കുന്നെന്ന് തോന്നുന്നു ആ ഒരു ഇത്. നല്ല മുടി വ്യൂ പോയിന്റ് പോയാലടി 15 കിലോമീറ്ററേ ഉള്ളൂ. നല്ല മുടി വ്യൂ പോയിന്റ്, നല്ല മുടി വ്യൂ പോയിന്റ് സ്ട്രൈറ്റാ? ആ, ഓക്കെ. ഇവിടെ ചോദിച്ചു നോക്കാം ബ്രോ. നല്ല മുടി വ്യൂ പോയിന്റ് തരില്ല. ഇവിടെ കാണുന്നുണ്ടോ? കുട്ടാപ്പി വേക്കിലിരുന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും വഴിതെറ്റാനുള്ള ശ്രമത്തിലാണ്, വഴിതെറ്റിക്കാനുള്ള. തെറ്റായ വഴിയിലേക്കെല്ലാം കാണിക്കുന്നത്, അങ്ങോട്ടാണ് പോകേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ട്. ആളിതുവരെ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നിട്ട് അറിയുന്ന ആളെ പോലെ വേക്കിലിരുന്നിട്ടാണ് പറയുന്നത് അങ്ങോട്ടല്ല ഇങ്ങോട്ടാന്നല്ലോ. നമ്മളിപ്പം വാൽപ്പാറയിൽ നിന്ന് നല്ല മുടി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കാണുന്നത്. വാൽപ്പാറ ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ ഉണ്ട്. ആ റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ കയറിയത്. അടിപൊളി സീനിക് പ്ലേസാണ്, സീനിക് റൂട്ടാണ്. പക്ഷേങ്കിൽ ടാറിട്ട റോഡല്ല, കോൺക്രീറ്റാണ്. ഓഫ്, ഓരോ കുഴിയും കുളം പോലെയുള്ളു. ആ, റോഡ് ശരിയായി. ഇത്രയും നേരം കല്ലും മുള്ളും നിറഞ്ഞതേനും പോയി. നല്ല മുടി എത്താറായിട്ടില്ല, ഇനി കൊണ്ടൊരു 4 കിലോമീറ്റർ അങ്ങനെ ഉണ്ട് ബാക്കി. ഇപ്പം നമ്മൾ നല്ല മുടി വ്യൂ പോയിന്റിലേക്കുള്ള മാത്രമുള്ള വഴിയിലേക്ക് കയറി. ഈ വ്യൂ പോയിന്റ് എന്താ സംഭവം എന്നിട്ട് എത്തും പിടിയില്ല.
വെയിലുണ്ട് ചെറുതായിട്ട്, പക്ഷെ നല്ല തണുപ്പുമുണ്ട്. വാ, ഇവിടെ ഇവിടെ വെക്കാൻ പറ്റുമോ? ഒരു വേണ്ടെന്നല്ലേ പറയുന്നത്? இல்ல ஒரு ½ கிலோமீட்டர் வாக் பண்ணி போகணும். ஆனா ஃபுல்லா மிஸ்டா தான் இருக்கும், பார்க்க முடியாது, ஒன்றும் தெரியாது. ഓക്കെ ഓക്കെ. ആവശ്യം നല്ല മുടി വ്യൂ പോയിന്റിൽ നമ്മളെത്തി. ബൈക്കൊക്കെ ആ സൈഡിൽ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഒരു 500 മീറ്റർ നടക്കാനുണ്ടെന്ന് പറയാം. ടിക്കറ്റ് ഉണ്ട് ഇവിടെ, പെർ പേഴ്സൺ 50. ഇപ്പോൾ 2 പേർക്ക് 100 രൂപയായി. ഒരു 1/2 കിലോമീറ്റർ നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവന് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഒരു തൊട്ടടുത്തുള്ള ആളെ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഫോഗായിരിക്കും. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ അത് ഭയങ്കര ഓക്കെ എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത്. എന്ത് മനുഷ്യൻ നടന്നാണ്ട് നോപ്പാടളി കേട്ടോ. ഇനി ഇത്രയും ദൂരം തന്നെ തിരിച്ച് നടക്കണമല്ലോ എന്ന് ആലോചിക്കുന്നു. മഴയും പെയ്യുന്നുണ്ട്. കുട്ടാപ്പി ഫുൾ പവറിലുള്ള ഇതെങ്ങോട്ടാ? ഫോണ് വെക്കട്ടെ ജയുടെ ഫോട്ടോ എടുക്കാൻ. എവിടെ ഫോണ്? ഗൈസ്, നമ്മൾ ഒരുപാട് മേലിലേക്ക് കയറി. നല്ല ഇംഗ്ലൈനാ. താഴത്തെ വ്യൂ കണ്ട? കോട ഇങ്ങനെ പല സ്ഥലത്തിങ്ങനെ സ്പ്രെഡായിട്ടാണ് പോകുന്നത്. ഒരു കണ്ടിന്യൂസിറ്റി ഇല്ല. എന്തായാലും ഇതിൻ്റെ മേലെ ഒന്ന് കയറി നോക്കട്ടെ. അതിൻ്റെ മേലെ നല്ല കോടയാണ്. ഒരാളെ കണ്ട ബാക്കിൽ പില്യണായിട്ടിരിക്കുന്ന സുഖം എന്തായാലും ഇങ്ങനെ നടന്ന് കയറുമ്പം കിട്ടൂല. വാ നടക്കടി, കഴിഞ്ഞ് ഇതും കൂടിയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, വി ആർ ഫൈനലി മെയ്ഡ് ഇറ്റ്. പത വന്നില്ലെന്നേ ഉള്ളൂ വായിന്ന്. ഇതാണ് വ്യൂ പോയിന്റ്. ഈ സീറ്റിൽ വന്നിരിക്കാനാണ് 50 റുപ്പീസ് പെർ പേഴ്സൺ. ഇതിൻ്റെ താഴെ ഉണ്ട് കണ്ടോ? റെസ്റ്റ് എടുക്കട്ടെ. ഇതിൻ്റെ താഴെ ഉണ്ട് ഗൈസ്, അടിപൊളി. അത് കണ്ടോ? താഴെ പോയാൽ കിടിലം പോലത്തെ ഇത് കിട്ടും. ഇപ്പം കോട കൊണ്ടെല്ലാം കവറായിട്ടാണ് ഉള്ളത്. നമുക്ക് ഇവിടം വരെ മതി ഗൈസ്. ഫൈനലി നമ്മൾ ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് സ്ഥലത്തിൻ്റെ പേരും മറന്നില്ല. ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിച്ചു പോയി. ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. നല്ല അടിപൊളി ആംബിയൻസ്. ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഒരു 1/2-3 മണിക്കൂറോളൊന്നും ആരുമില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ആൾക്കാർ അധികമായിട്ട് വന്നത്. അപ്പോൾ ഓക്കെ, ഇനി താഴെ എത്തിയിട്ട് ബൈക്ക് എടുക്കട്ടെ, തിരിച്ച് റിട്ടേൺ വിടാനുള്ള പരിപാടി നോക്കാം. ഈ ലൊക്കേഷൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ ലൊക്കേഷൻ പിൻ ചെയ്ത് വെച്ചേക്കാം കമൻറ്റ് ബോക്സിൽ. എടുക്ക് വേഗം. പക്ഷെ നമ്മളിപ്പോൾ വാൽപ്പാറയിൽ നിന്നുള്ള ഫസ്റ്റ് ചുരം എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, കുറച്ച് ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം ഇപ്പോൾ 1:20. നല്ല വിശപ്പുണ്ട്. പിന്നെ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. മഴ ഒരു എന്തെന്നാ പറയുക, ഒരു അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത മഴ പെയ്യുന്നത്. ചില സമയത്ത് നല്ല മഴ പെയ്യും, ചില സമയത്ത് ഒടുക്കാത്ത വെയിൽ, ചില സമയത്ത് ചാറ്റൽ മഴ, എല്ലാം ഉണ്ട്.
ഗൈസ് നല്ല ഹെവി മഴയാണ്. ഈ ട്രിപ്പിൽ ആദ്യമായിട്ട് ഇത്ര നല്ല മഴ കിട്ടുന്നു. മൊത്തം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കുറച്ച് സമയം മഴ എൻജോയ് ചെയ്യും. ഇവിടെ നിർത്തിയാലോ എന്തെങ്കിലും കഴിക്കാൻ? ബന്നുണ്ട്, ബന്നും ചായയും കഴിക്കാം. ഇറങ്ങ് ഗൈസ്, ഞങ്ങളൊരു ബന്നും ചായയും കഴിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് മലക്കപ്പാറ എത്തി. ഇനി തിരിച്ച് നേരെ വീട്ടിലേക്കാണ്. സമയം ഇപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ട്. ഉച്ചക്ക് 2:30ക്കുള്ള ക്ലൈമറ്റായി കാണുന്നത് കേട്ടോ. അത്രയും കോടയും കാര്യങ്ങളും എല്ലാം. പക്ഷേ ആരെങ്കിലും ഇനിയിപ്പം മറ്റേ ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ആരെങ്കിലും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പറ്റിയ ബെസ്റ്റ് ടൈമാണ്. എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് വന്നോ. വറുത്തായിരിക്കും വരുന്ന കാര്യം. വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് വീക്കെൻഡ്സിൽ വരാണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു വീക്ക് ഡേയ്സിൽ വല്ല ലീവ് കൊടുത്തിട്ട് ഒരു 1 ഡേ ലീവെങ്കിലും എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. പിന്നെന്താ പറയുക, അപ്പോൾ ഇനി കമൻറ്റ് എന്തായാലും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടും. എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് എന്തായാലും ഇടുക, ലൈക്ക് അടിക്കുക, പറ്റാവുന്നെല്ലാം ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്, സൈനിങ് ഓഫ്.